കർത്താവായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്ന വചനങ്ങൾ: നിന്നോട് ശണ്ട കൂട്ടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. യെശയ്യാ 41:12-13 വാക്യങ്ങൾ. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളിച്ചെയ്യുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ്. നിന്റെ മോചനദ്രവ്യമായ ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യയും സേബായും ഞാൻ കൊടുത്തു. നീ എനിക്ക് ബലപ്പെട്ടവനും ബഹുമാനീയനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കിഴക്ക് നിന്നോ നിന്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും, പടിഞ്ഞാറ് നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടു. യെശയ്യാ 43:1-5 വരെയുള്ള വാക്യം. കർത്താവ് അരുളിച്ചെയ്യുന്നു: ശക്തനിൽ നിന്നും അടിമകളെ വിടുവിപ്പിക്കുകയും സ്വച്ഛാധിപതിയിൽ നിന്നും ഇരയെ രക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. യെശയ്യാ 49:25. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? എന്നെ സഹായിക്കാൻ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. ഞാൻ എൻ്റെ ശത്രുക്കളുടെ പതനം കാണും. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. സങ്കീർത്തനം 118:6-8 വരെയുള്ള വാക്യം. ഈ വചനത്താൽ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ശുദ്ധീകരിക്കട്ടെ. എന്നെയും നിങ്ങളെയും എല്ലാവരെയും കർത്താവ് ശുദ്ധീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സൃഷ്ടിച്ച് രൂപപ്പെടുത്തിയ നമ്മളുടെ സ്വർഗീയ പിതാവിന് നമ്മളെക്കുറിച്ചൊരു പ്ലാനും പദ്ധതിയുമുണ്ട്. അതെപ്പോഴും നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. നമുക്കെപ്പോഴും കർത്താവിൻ്റെ സ്നേഹവും കരുണയും വിശ്വസ്തതയും നമ്മളെ പിരിയാതെ നിൽക്കുമ്പോൾ, ആ സ്നേഹത്തിൽ നമ്മളെന്നും നിലനിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ കരുണയും വിശ്വസ്തതയും എല്ലാം നമ്മളുടെ മേലിരിക്കുവാണ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ വിശ്വസ്തതയും എല്ലാം നമ്മളെ പൊതിയും. നമ്മൾക്ക് എന്താണ് ആവശ്യം, നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങേണ്ടത്, ഇതെല്ലാം നമ്മളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നമ്മളുടെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ പുറമേ കാണുന്നു, ദൈവം അകമേ കാണുന്നു. നമ്മുടെ ഉള്ളറിയുന്ന നമ്മളുടെ സ്വർഗീയ പിതാവ്, നമ്മളുടെ വേദനകളും കണ്ണുനീരും ഒപ്പുന്ന ദൈവം, നാം പലപ്പോഴും കരയുമ്പോൾ നമ്മുടെ കണ്ണുനീര് തുടച്ചു തരുന്ന നമ്മളുടെ സ്വർഗീയ പിതാവ്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിൻ്റെ കൂടുണ്ട്, ഞാൻ നിൻ്റെതാണ്, നീ എൻ്റെതാണ്. എപ്പോഴും കർത്താവ് നമ്മളെ അങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കിഴക്ക് നിന്ന് നിൻ്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും, പടിഞ്ഞാറ് നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. നിങ്ങൾ എവിടെ ചിതറിപ്പോയാലും നിങ്ങളെ കർത്താവ് കൊണ്ടുവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, നമ്മളുടെ പ്രിയപ്പെട്ടവരെല്ലാം അകലങ്ങളിലാണെങ്കിൽ അവരെല്ലാം കർത്താവ് ഒരിക്കൽ നമ്മുടെ സന്നിധിയിലേക്ക് എത്തിക്കും. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തികൾ കാണുവാൻ സാധിക്കും. ഈ വചനത്തെക്കുറിച്ച് ഒരുപാട് നിങ്ങൾക്ക് വെളിപ്പെടുത്താനുണ്ട്, ഒരുപാട് ഇതിൻ്റെ പൊരുളുകൾ മനസ്സിലാക്കി തരാനുണ്ട്. പക്ഷേ സമയക്കുറവ് മൂലം നിങ്ങൾ ഈ വചനം വായിക്കുകയും ധ്യാനിക്കുകയും അതോടൊപ്പം ജീവിക്കുകയും ചെയ്യണമേ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ അനുഗ്രഹിക്കണമേ. വിശ്വാസത്തോടെ പ്രാർത്ഥന ചോദിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണേ കർത്താവെ. അവരുടെ ആവശ്യങ്ങളെ നടത്തി കൊടുക്കണമേ കർത്താവെ. അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ കർത്താവെ. അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ. എൻ്റെ ഓരോ പ്രിയപ്പെട്ടവരും ദൈവമേ, വളരെയേറെ വേദന അനുഭവിക്കുന്ന മക്കളുണ്ട് കർത്താവെ. കർത്താവെ, അവരെ എല്ലാം പ്രത്യേകമായി സമർപ്പിക്കുന്ന പിതാവേ. അപ്പാ, നന്ദിയോട് സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ.
എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ. അവർക്ക് ആവശ്യമായ എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്താൽ അവരെ എല്ലാം ശുദ്ധീകരിക്കണമേ. വചനത്തിൻ്റെ പൊരുൾ തിരിച്ചറിയാനുള്ള കൃപ അവരുടെ മേൽ അയക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഒപ്പം ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായി സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.